ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഡേയിൽ കാണിച്ചതുപോലെ ഒന്ന് രണ്ട് മിഷൻ എംബ്രോയിഡറി സാരീസ് ആണ് കാണിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ കയ്യിൽ ചെക്കോട്ട സാരീസിന് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഏതൊക്കെ കളേഴ്സ് റീസ്റ്റോക്ക് ആയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സാരീസ് കാണാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന സാരി ഇതാണ്. ഇതൊരു വൈറ്റ് കളറിലെ കോട്ടൺ സാരിയാണ്. പ്യൂർ കോട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയല് ഈ ഇതുപോലെ ബ്ലാക്കും ഗ്രേയും കൂടെ ഉള്ള ഒരു ബോർഡർ ആണ് വരുന്നത്. ഇത് നല്ല വീതിയിലുള്ള മിഷൻ എംബ്രോയിഡറി ബോർഡർ ആണ്. നല്ല തിക്കായിട്ടുള്ള ബോർഡർ ആണ്. നല്ല ഭംഗിയുള്ള ഒരു വർക്ക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രേയും ബ്ലാക്ക് കൂടെ വൈറ്റ് കളറിൽ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സ് സാരിയിൽ മൊത്തം ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോർഡറിന്റെ ഒരു സിംഗിൾ സൈഡ്, അതായത് വൺ സൈഡിൽ മാത്രമേ ഈ ഒരു ബോർഡർ ഉള്ളൂ. മറ്റേ സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ മോട്ടീവ്സ് തന്നെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമുക്ക് ചെസ്റ്റ് പോർഷൻ അവിടെയായിട്ടൊക്കെ ഫ്ലീറ്റ്സ് എടുത്ത് വരുന്ന ഭാഗത്താണ് ഈ ഒരു ബോർഡർ വരുന്നത്. ഫുൾ ബോഡിയിൽ ഇതുപോലത്തെ ബോർഡേഴ്സ് ഈ സാരിയിലുണ്ട്. ഇതിന്റെ എൻഡ് മുന്താണി പോർഷൻ വരുമ്പോഴും ഇതിങ്ങനെ തന്നെയാണ് ഇതിന്റെ മുന്താണിയുടെ എൻഡ് വരുന്നത്. ഈ ഒരു സൈഡിൽ കൂടെ ഉള്ള ഒരു ബോർഡർ മാത്രമേ ഈ ഡിസൈൻ ഉള്ളൂ. മുന്താണിയുടെ അറ്റം ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ്. അതുകൂടാതെ ഈ സാരിയിൽ ഓൾ ഓവർ ഇതുപോലെ ഒരു ഗ്രേ കളറിന്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ആ ഒരു ഫിനിഷ് ആയിട്ടുള്ള ബോർഡേഴ്സ് ഇതിനകത്തത് കാരണമുണ്ട്. ഇതുപോലത്തെ ഗ്രേ കളറിലെ പൈപ്പിംഗ് ഈ ഒരു സാരിക്ക് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തൊരു ഗ്രേ കളറിലെ ബ്ലൗസും അറ്റാച്ച്ഡ് ആയിട്ട് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് വെച്ചാണെങ്കിൽ പെയർ ചെയ്താൽ ഈ സാരി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എസ്പെഷ്യലി നമുക്കിപ്പോ ഈസ്റ്ററിന്റെ ഒക്കെ ഒരു സമയമായതുകൊണ്ട് ഗുഡ് ഫ്രൈഡേക്കൊക്കെ പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു സാരി ആയിരിക്കും. അല്ലാതെ നോർമൽ ചർച്ച് വെയർ ആയിട്ടും അത് വൈറ്റ് സാരീസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. ഈ ഒരു സാരിയുടെ പ്രൈസ് 1250 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന സാരി ഈ സെയിം തന്നെ പാറ്റേൺ ഉള്ള സാരിയാണ്. ഡിസൈനിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈനിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെ ഈ ഒരു സാരിയില്. സെയിം റേറ്റ് ആണെങ്കിലും വർക്ക് ആണെങ്കിലും എല്ലാം ഒരേപോലെ തന്നെ സിംഗിൾ ബോർഡറിൽ വരുന്നത് പോലെ ഈ ഒരു രീതിയിൽ തന്നെ ഫുൾ മെഷീൻ എംബ്രോയിഡറി ചെയ്തുള്ള ഒരു ബോർഡേഴ്സും അതുപോലെ ഫുൾ ബോഡിയിൽ ഇതുപോലത്തെ ചെറിയ മോട്ടീവ്സും കൊടുത്തിട്ടുണ്ട്. സെയിം ഗ്രേ കളറിലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതിന് ഫുൾ ബോഡിയിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രേ കളറിലെ ഒരു ബ്ലൗസ് ഇതിന്റെ കൂടെയും അറ്റാച്ച്ഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഗ്രേ കളറിലെ ബ്ലൗസ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ 1 മീറ്റർ ബ്ലൗസും 5.5 മീറ്റർ സാരിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. കോട്ടൺ നല്ല പ്ലെയിൻ കോട്ടൺ തുണിയിൽ തന്നെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സമ്മർ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ല ഈസി ആയിരിക്കും. മീൻസ് നമ്മുടെ ഒരു ക്ലൈമറ്റിന് പറ്റുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. അതുപോലെ ചർച്ച് വെയർ ആയിട്ടൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഈ രണ്ട് സാരീസാണ് നമ്മുടെ മിഷൻ എംബ്രോയിഡറി സാരീസിൽ നിന്ന് കാണിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഗ്രേ കോമ്പിനേഷനിൽ തന്നെ 1-2 ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് കൂടാതെ 1-2 ഡിസൈൻസ് കൂടി ഉണ്ട്. നമ്മൾ ഫോട്ടോസായിട്ട് അറ്റാച്ച് ചെയ്യാം. റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഒരേ സാരീസ് തന്നെ കാണിച്ചിട്ട് ടൈം ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒത്തിരി അതിങ്ങനെ കാണിക്കാത്തത്. സെയിം പാറ്റേണിൽ തന്നെ 2-3 സാരീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ സാരീസ് ഒക്കെ ആർക്കെങ്കിലും വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിക്ചേഴ്സ് ഒക്കെ അയച്ചു തരികയും അതുപോലെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടൊക്കെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയാം. നെക്സ്റ്റ് നമുക്ക് പ്ലെയിൻ ചെക്കോട്ട സാരീസ് കാണാം. അപ്പൊ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസിലൊക്കെ ഇതുപോലെ പ്ലെയിൻ ചെക്കോട്ട സാരീസിന്റെ കളേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഒക്കെ കണ്ടു ഒത്തിരി ആൾക്കാർ നമ്മളെ സാരീസ് വാങ്ങിക്കാനായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ലാസ്റ്റ് ടൈം ഒക്കെ നമ്മൾ ഒത്തിരി ആൾക്കാർ കോൺടാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒത്തിരി കളേഴ്സ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ലാസ്റ്റ് കുറച്ച് കളേഴ്സ് ഒക്കെ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏതൊക്കെ കളേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതും അതുപോലെ നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് ആയിട്ട് ഏതൊക്കെ കളേഴ്സ് ഇപ്പൊ കറന്റ്ലി അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ
ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അതൊരു ഏതൊക്കെ കളേഴ്സ് ഇപ്പൊ ഉണ്ടെന്നുള്ള ഒരു അപ്ഡേഷൻ കിട്ടുകയും ചെയ്യും. ഞാൻ ഓരോരുത്തരെ പേഴ്സണലി അത് ഇൻഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ കറന്റ് ഉള്ള ഷെയ്ഡ്സ് ഈ ഒരു പീച്ച് കളറാണ് ആദ്യത്തെ ഷെയ്ഡ്. നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡായിരുന്നു ഈ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ്. ഇത് അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു ഷെയ്ഡായിരുന്നു. ഒത്തിരി ആൾക്കാർ നമ്മളെ ചോദിച്ചു വിളിച്ച ഒരു ഷെയ്ഡായിരുന്നു ഈ ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യത്തെ സ്റ്റോക്കില്. അതുപോലെ അതിന്റെ ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ഈ ഷെയ്ഡ് നമുക്ക് ഫസ്റ്റ് ടൈം തൊട്ട് എപ്പോഴും തന്നെ വരാറുള്ള ഒരു ഷെയ്ഡാണ്. അത്യാവശ്യം റീസ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. ഒത്തിരി ആൾക്കാരും ഈ ഒരു ഷെയ്ഡും ചോദിച്ച് നമ്മളെ ഇൻഫോം ചെയ്യാറുണ്ട്. ഒത്തിരി ഡാർക്ക് ഷെയ്ഡ്സ് വേണ്ടാത്ത ആൾക്കാർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ്. നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം ലെമണല്ലോ ഷെയ്ഡ് വന്നിട്ടില്ല. ലെമണല്ലോ ഷെയ്ഡ് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് വിളിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം ലെമണല്ലോയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഈ ഒരു പീച്ച് ഷെയ്ഡ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളൂ. പിന്നെ നമ്മുടെ വൈറ്റ് ചെക്കോട്ട സാരി, അത് എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു ഷെയ്ഡാണ്. നമ്മൾ വർക്ക് ചെയ്താണെങ്കിലും അതുപോലെ പ്ലെയിൻ ആയിട്ടാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളെടുത്ത് ചോദിക്കുന്ന ഒരു ഷെയ്ഡ് വൈറ്റ് ചെക്കോട്ട സാരിയാണ്. പ്രത്യേകിച്ച് ഇത് ഈസ്റ്റർ സമയമൊക്കെ ആയതുകൊണ്ട് വൈറ്റ് ചെക്കോട്ട സാരിക്ക് നല്ല ഡിമാൻഡ് ഉള്ള സമയമാണ്. ഒത്തിരി പ്രാവശ്യം ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്കത് സ്റ്റോക്ക് ഔട്ട് ആയി പോയെന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് വൈറ്റ് ചെക്കോട്ട. ഇത് ലാസ്റ്റ് ടൈം നമുക്ക് വന്ന ഒരു ഷെയ്ഡായിരുന്നു. ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് വന്നത്. ഇത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഒത്തിരി നല്ലൊരു ഷെയ്ഡാണ്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാ കളർ കോമ്പിനേഷൻ എല്ലാ കോംപ്ലക്ഷനും ഉള്ള ആൾക്കാർക്കും ഉടുക്കാൻ നന്നായിട്ട് അവർക്ക് ചേരുന്ന പോലത്തെ നല്ല ഭംഗിയുള്ള വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. അപ്പൊ ഈ കളറും അത്യാവശ്യം നല്ല ഡിമാൻഡാണ്. ഈ കളർ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഈ പ്രാവശ്യം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇതൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് തന്നെയാണ്, പക്ഷെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതായത് സ്കൈ ബ്ലൂവിന്റെ ഒക്കെ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു ബ്ലൂ ആണ്. നമ്മുടെ റോയൽ ബ്ലൂ അങ്ങനത്തെ ആ ബ്ലൂ പോലത്തെ നമ്മുടെ പൗഡർ ബ്ലൂ ആ ബ്ലൂവിന്റെ ഷെയ്ഡ് അല്ല. സ്കൈ ബ്ലൂവിന്റെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഓപ്ഷനാണ്. അതുപോലെ ഇതിനകത്ത് പിങ്ക് കളറിലെ എംബ്രോയിഡറി ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നമുക്ക് പുതുതായിട്ട് ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈം വന്നൊരു കളറാണിത്. അതുപോലെ നമ്മുടെ പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ഇത് നമുക്ക് ലാസ്റ്റ് ടൈം വന്നൊരു ഷെയ്ഡായിരുന്നു. നമുക്ക് നല്ല മൂവിംഗ് ഉള്ള ഒരു ഷെയ്ഡായിരുന്നു ഈ ഒരു പിസ്ത ഗ്രീൻ. ഒത്തിരി ആൾക്കാർ നമ്മളെ പിസ്ത ഗ്രീൻ ചോദിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഓൾറെഡി വീഡിയോസിലൊക്കെ ആണെങ്കിലും നേരത്തെ ഇതുപോലത്തെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വർക്ക് ചെയ്ത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള വർക്കൊക്കെ ചെയ്ത് ഓൾറെഡി നമുക്ക് അത്യാവശ്യം നല്ല മൂവിംഗ് ആയിട്ടുള്ള സാരിയായിരുന്നു. എംബ്രോയിഡറി ചെയ്ത സാരിയാണെങ്കിലും നെക്സ്റ്റ് നമ്മളിലുള്ളത് ഈ ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ്. അതായത് ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രീനിഷ് ഷെയ്ഡാണ്. എന്നാൽ നമുക്ക് സ്കൈ ബ്ലൂയോടൊക്കെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡാണ്. അക്വാ ബ്ലൂ എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഈ ഒരു സാരി. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മുടെ ഓണിയൻ ഷെയ്ഡ്. ഒത്തിരി ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നതും എപ്പോഴും നമുക്ക് ഏറ്റവും ഫസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന കളർ ഷെയ്ഡും ഈ ഒരു ഓണിയൻ ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറും ഓണിയൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഈ ഒരു ഓണിയൻ ഷെയ്ഡ്. നെക്സ്റ്റ് നമ്മുടെ ഒലിവ് ഗ്രീൻ കളർ. ഓഫ് കോഴ്സ് ഇത് നമുക്ക് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു കളറാണ്. ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നതും ചെക്കോട്ടയിൽ അധികം കോമൺ ആയിട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഈ ഒരു ഷെയ്ഡ്. നമുക്ക് നേരത്തെ ഒന്നും ചെക്കോട്ടയിൽ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഈ ലൈറ്റ് ഷെയ്ഡ്സ് മാറ്റി കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഗ്രീന്. അതുപോലെ നമുക്ക് നമ്മുടെ പൗഡർ ബ്ലൂ കളർ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പൗഡർ ബ്ലൂ കളർ അല്ല, ആക്ച്വലി ഡാർക്ക് ബ്ലൂ ആണ്. പൗഡർ ബ്ലൂവിന്റെ ഡാർക്കർ ഷെയ്ഡ്, നമ്മൾ മുമ്പേ സ്കൈ ബ്ലൂവിന്റെ ഡാർക്കർ ഷെയ്ഡ് പറഞ്ഞ പോലെ പൗഡർ ബ്ലൂവിന്റെ ഡാർക്കർ ഷെയ്ഡാണ് ഇത്. ആക്ച്വലി ഇതിന്റെ കറക്റ്റ് ബ്ലൂ ഷെയ്ഡ് ഏതാന്ന് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു ബ്ലൂ വെച്ചിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത്, ഇതിൽ ചെക്കോട്ടയിൽ ഇപ്പൊ കോമൺ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഇത് അത്യാവശ്യം ആൾക്കാർ നല്ലതായിട്ട് ചോദിക്കുന്ന ഒരു കളറാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഒണിയൻ പിങ്ക് സാരിയാണ്. നമ്മൾ നേരത്തെ ഒണിയൻ പിങ്കിന്റെ ഡാർക്ക് ഷെയ്ഡ് ഒന്നും കണ്ടായിരുന്നു. ഇത് ലൈറ്റ് ഒണിയൻ പിങ്ക് ഷെയ്ഡാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. നമുക്ക് ഫസ്റ്റ് ടൈം ഈ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് വരുന്നത്. നമുക്ക് വീഡിയോയിൽ ഇത് കറക്റ്റ് ആയിട്ട് കളർ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് തന്നെയാണ്. ഒരു ഒണിയൻ പിങ്ക് കളർ, നല്ല ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബേബി പിങ്ക് ആ ഒരു ഷെയ്ഡിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഒക്കെ, എല്ലാ കളർ ഉള്ള ആൾക്കാർക്കും, എല്ലാ കോംപ്ലക്ഷനിലുള്ള ആൾക്കാർക്കും ചേരുന്ന പോലത്തെ നല്ല പിങ്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മുടെ ബേബി പിങ്ക് ഷെയ്ഡാണ്.
ബേബി പിങ്ക് ഷെയ്ഡ് ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർ നമ്മളെ ചോദിച്ചു വിളിക്കാറുള്ള ഒരു കളറായിരുന്നു ബേബി പിങ്ക് ഉള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഇത്ര നേരം ബേബി പിങ്ക് ഇല്ലായിരുന്നു. നമുക്ക് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് ആ ബേബി പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ബേബി പിങ്ക് ഷെയ്ഡിൽ നമ്മൾ നേരത്തെ വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ഷാഡോ വർക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലിൽ സാരീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്ക് ബേബി പിങ്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പ്ലെയിൻ സാരീസ് എടുത്ത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഇല്ലാതിരുന്നൊരു ഷെയ്ഡ് ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ ഇതും ഒരു ഒണിയൻ പിങ്കിന്റെ തന്നെ വേറൊരു ഷെയ്ഡാണ്. ഇച്ചിരി നമ്മൾ ആദ്യം കാണിച്ച ഡാർക്ക് ഷെയ്ഡിനേക്കാളും മുമ്പേ കാണിച്ച ലൈറ്റ് ഷെയ്ഡിനേക്കാളും ഇതിന്റെ മിഡിലിൽ നിൽക്കുന്ന പോലത്തെ ഇത് കറക്റ്റ് ഒരു ഇടയ്ക്ക് നിൽക്കുന്ന പോലത്തെ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡാ. അത്രയും ലൈറ്റ് ആവുകയും വേണ്ട, ഒത്തിരി ഡാർക്ക്. ഞാനത് 3 ഷെയ്ഡ്സ് കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം വ്യത്യാസം കേട്ടോ. നമ്മൾ കാണിച്ച ലൈറ്റ് ഒണിയൻ പിങ്ക് ഷെയ്ഡ്, അതുപോലെ നമ്മൾ കാണിച്ച ഡാർക്ക് ഒണിയൻ പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ കണ്ടോ. ഈ 3 കളറിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒണിയൻ പിങ്ക് തന്നെയാണ് ഇത് 3, പക്ഷെ ഇത് 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചെറിയ വേരിയേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഡാർക്ക് ഒണിയൻ പിങ്കും ഇതിന്റെ ഒരു മീഡിയം നിൽക്കുന്ന ഒരു ഒണിയൻ പിങ്കും ലൈറ്റ് ഒണിയൻ പിങ്കും. അങ്ങനെ ഒണിയൻ പിങ്ക് തന്നെ നമുക്ക് ഈ പ്രാവശ്യം 3 ഷെയ്ഡ്സിൽ വന്നിട്ടുണ്ട്. 3 ഷെയ്ഡും നല്ല ഭംഗിയുള്ളതാണ്. ഈ ഷെയ്ഡ് നമ്മുടെ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ഷെയ്ഡാണ്. ഇത് രണ്ടും ഈ 2 ഒണിയൻ പിങ്കും നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡാണ്. ഈ ഒരു വയലറ്റ് ഷെയ്ഡ് നമുക്ക് പുതുതായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈം ആണ് ചെക്കോട്ടയിൽ ഈ ഒരു വയലറ്റ് ഷെയ്ഡൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നത്. കണ്ടിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ, പക്ഷെ നമുക്കിത് അവൈലബിൾ ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ടായിരുന്നു വയലറ്റ് ഷെയ്ഡ് ഒക്കെ ഉണ്ടോ എന്ന്. അപ്പൊ നമുക്ക് വയലറ്റ് ഷെയ്ഡ് ചെക്കോട്ടയിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്. ഇതിനകത്ത് വൈറ്റ് കളറിൽ എംബ്രോയിഡറി ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ്, അത് നമുക്ക് ഓഫ്കോഴ്സ് നേരത്തെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഷെയ്ഡാണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ച് വിളിക്കാറുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്ക് ഷെയ്ഡ്. ബ്ലാക്ക് നമുക്ക് റീസ്റ്റോക്ക് ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ ചെക്കോട്ട സാരീസിൽ കറന്റ് അവൈലബിൾ ആയിട്ടുള്ള. ഈ ഇത് കാണിച്ച ഏതെങ്കിലും ഷെയ്ഡ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അതുപോലെ കൂടുതലായിട്ടുള്ള സാരീസ് ഒക്കെ വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ മിഷൻ എംബ്രോയിഡറി സാരീസ് ഒക്കെ കാണിച്ച പോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ടൈപ്പ് സാരീസ് നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ്സ് ആയിട്ട് വാട്സ്ആപ്പിലോ ഇൻഫോം ചെയ്താൽ നമ്മൾ അതനുസരിച്ച് സ്റ്റോക്ക് എടുത്ത് വെക്കാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.